നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മധുരം മാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീടുകളിലും എന്തെങ്കിലും മാങ്ങ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ മാങ്ങ വെച്ചൊരു അടിപൊളി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പൊ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം വീഡിയോ കണ്ടു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്തോളൂ. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഉണക്കമുളക്, ഉലുവ, കായംപൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമുക്കിവിടെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കടുകും അതുപോലെ തന്നെ ഉഴുന്നുമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഉഴുന്ന് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഇതേ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് കാഞ്ഞു വന്നപ്പോ ഞാൻ അതിലേക്ക് കടുകും ഉലുവയും അതുപോലെ തന്നെ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഓയിലിന് പകരമായിട്ട് എണ്ണ ഉപയോഗിക്കാം കേട്ടോ. കൂടുതലായിട്ട് ഇങ്ങനെ അച്ചാറ് പോലെ നാശാവാതൊക്കെ ഇരിക്കണമെങ്കിൽ കുറെ അധികം ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചാണ് ഉണ്ടാക്കുന്നുള്ളൂ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം തന്നെയാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. കാരണം മാങ്ങ ഒന്ന് വെന്ത് ഒന്ന് വാടി വരണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മാങ്ങ ഇന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെ എടുത്തു വെച്ച് കുറച്ച് നാൾ ശേഷം ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമുക്ക് അപ്പൊ തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാ നല്ലത്. അപ്പൊ ഈ മാങ്ങ ഒന്ന് നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വാട്ടി കൊടുക്കാണ്. അപ്പൊ ഇതിൽ നന്നായി കിടന്ന് വാട്ടി നന്നായിട്ട് മുളകൊക്കെ നന്നായി മുരിഞ്ഞ് വരണം കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞ് അതൊരു പാകത്തിനാവുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കര നീര് ഇവിടെ ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ച് ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയുടെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഉണ്ടാക്കുന്ന അളവനുസരിച്ച് ഓരോരുത്തർക്കും ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 മിനിറ്റ് ഇത് മൂടി വെക്കാം. മൂടി വെച്ച് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറുകിയൊരു പരുവാവണം. അതാണ് ഇതിന്റെ ശരിക്കുള്ള പാകം. നമ്മളിപ്പോൾ അച്ചാറൊക്കെ നോക്കുന്നത് പോലെ ഒത്തിരി കട്ടിക്കാവണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഉപ്പും ആവശ്യത്തിന് മധുരവും ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ നോക്കുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കായംപൊടി ഇട്ട് കൊടുത്ത് ഇത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുരമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് അടിപൊളിയാണ്, കാണാൻ നല്ല രസമാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് അച്ചാർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കുറച്ച് മധുരവും പുളിയും ഉപ്പും എല്ലാ ടേസ്റ്റും കൂടി ഇതൊരു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.